ഒന്നാം ചട്ടക്കാരനെ ബോധപൂർവം ഒഴിവാക്കി കെട്ടിയ മരത്തിൽ ചുറ്റിത്തിരിഞ്ഞ് 2 ഇടച്ചട്ടക്കാരെ വകവരുത്തിയ സംഭവം കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ്. മറ്റാരുമല്ല, അവൻ മംഗലാംകുന്ന് അയ്യപ്പൻ. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ഏക്കത്തുക ലഭിക്കുന്ന ആനകളിൽ വളരെ മുന്നിലുള്ള അയ്യപ്പന്റെ കഥ തുടങ്ങുന്നത് ബീഹാറിൽ നിന്നുമാണ്. 1992 സോൺപൂർ ഗജമേളയിൽ നിന്നും മംഗലാംകുന്ന് ബ്രദേഴ്സ് കണ്ടെത്തിയ ഗജവൈഡൂര്യം. ബീഹാറിൽ വെച്ച് മോട്ടി സിംഗാർ എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്ന അയ്യപ്പനാന കേരളത്തിലെ ലക്ഷക്കണക്കിന് ആനക്കമ്പക്കാരുടെ ആവേശമായിരുന്നു. യൗവനത്തിലേക്ക് കടന്നതിനു ശേഷമായിരുന്നു അയ്യപ്പന്റെ മലയാള മണ്ണിലേക്കുള്ള വരവ്. അന്ന് ആനയുടെ കച്ചവടമുറപ്പിച്ച് പണം കൊടുക്കുമ്പോഴും അവിടുത്തെ ചട്ടക്കാരൻ മംഗലാംകുന്നിലെ ആളുകളോട് ഒരു കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു: ഇവൻ ഒറ്റച്ചട്ടക്കാരനാണ്. അങ്ങനെ അവൻ കേരളക്കരയിൽ വന്നിറങ്ങി. അന്ന് പാലക്കാടിന്റെ മണ്ണിൽ വന്നിറങ്ങുമ്പോൾ ഇവനൊരു ശരാശരി ആനയായിരുന്നു. ഇന്ന് കാണുന്ന രൂപത്തിൽ ഭാവത്തിൽ ഇവൻ എത്തുമെന്ന് ആരും കരുതിയില്ല. അവന്റെ സിരകളിൽ ചോര തിളച്ചൊഴുകുന്ന പ്രായവും താനൊരു പാവത്താനല്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾക്ക് പിന്നീട് സാക്ഷിയാകേണ്ടി വന്നു. ഒന്നാമനല്ലാതെ മറ്റാരും അവനിൽ അധികാരം സ്ഥാപിക്കുന്നത് അവന് ഇഷ്ടമല്ല. അത് ഓർമ്മപ്പെടുത്തുന്ന 2 സംഭവങ്ങളുണ്ട്. അതിലൊന്ന് നടക്കുന്നത് ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുൻപായിരുന്നു. സുന്ദരൻ എന്ന പാപ്പാനായിരുന്നു അന്ന് അയ്യപ്പന്റെ ഒന്നാം ചട്ടം. സഹായിയായി കൂടെയുണ്ടായിരുന്നത് പുത്തൂർ സ്വദേശി രാജൻ. പനമ്പട്ട ഇട്ടുകൊടുക്കാൻ അയ്യപ്പന് സമീപം എത്തിയപ്പോൾ ആനയോട് മാറി നിൽക്കാൻ പറഞ്ഞതായിരിക്കാം. ഒരു നിമിഷ നേരം കൊണ്ട് രാജനെ അയ്യപ്പൻ അടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്തി. ഈ സംഭവം കഴിഞ്ഞ് 1 വർഷം ആകാറായപ്പോൾ അയ്യപ്പൻ വീണ്ടും കൊലയാളിയായി. അതും 2 പേരെ. വെല്ലൂർ വിളക്ക് കഴിഞ്ഞ് അടുത്ത ദിവസത്തെ പൂരത്തിന് പോകുന്ന സമയം രാത്രി ഒരുപാട് വൈകിയതുകൊണ്ട് ഒരു മരത്തിൽ കെട്ടിയുറപ്പിച്ചു. അതിന് മറുവശത്ത് ഒന്നാം പാപ്പാനായ സുന്ദരനടക്കം 5 പേർ ഉറങ്ങാൻ കിടന്നു. കുറച്ചു കഴിഞ്ഞ് ഒരു കരച്ചിൽ കേട്ടാണ് സുന്ദരൻ പാപ്പാൻ ഞെട്ടി ഉണരുന്നത്. വേഗം എണീറ്റോടിയെങ്കിലും 2 പേർക്ക് അവിടെ അയ്യപ്പന്റെ കലിക്ക് മുന്നിൽ ജീവൻ നഷ്ടപ്പെട്ടു. അവർ 2 പേരും കിടന്നിരുന്നത് സുന്ദരനും ഇപ്പുറം ആയിരുന്നു. സുന്ദരനെ ഒന്ന് തൊടുക പോലും ചെയ്യാതെ അയാളെ മറികടന്ന് കയ്യിൽ കിട്ടിയ 2 പേരെയാണ് അയ്യപ്പൻ വകവരുത്തിയത്. ഒന്നാം ചട്ടം അവന് എത്രത്തോളം പ്രധാനമാണെന്ന് 2 സംഭവങ്ങൾ വ്യക്തമായി തെളിയിച്ചു. 2005 ശേഷമാണ് അയ്യപ്പന് പൂരപ്പറമ്പുകളിൽ താരമൂല്യം കൂടിയ വർഷങ്ങൾ. 2007 പാറമേക്കാവിന് വേണ്ടി തൃശൂർ പൂരത്തിന് തിടമ്പേറ്റിയത് അയ്യപ്പനായിരുന്നു. പാറമേക്കാവ് പരമേശ്വരൻ ചെരിഞ്ഞതിനു ശേഷം ആ സ്ഥാനത്തേക്ക് പാറമേക്കാവ് സ്വന്തമാക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അയ്യപ്പനെ തന്നെയായിരുന്നു. ഇന്ന് ഇതെല്ലാം പഴയ കാലത്തെ ഓർമ്മകൾ മാത്രം. ഒന്നാം ചട്ടക്കാരനെ കണ്ണടച്ച് വിശ്വസിക്കുന്നവൻ. മറ്റൊരാൾ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാതിരുന്നാൽ അയ്യപ്പൻ തീർത്തും ശാന്തൻ. മംഗലാംകുന്ന് ആനത്തറവാട്ടിലെ മൂവർ സംഘത്തിൽ നല്ല തലയെടുപ്പും വിരിഞ്ഞു നിൽക്കുന്ന തലകുന്നി, നീളമുള്ള തുമ്പി, നല്ല ഇടനീളം, ഭംഗിയുള്ള മദഗിരി, ആരോഗ്യമുള്ള ശരീരം, 18 നഖം, തേനിറം കണ്ണുകൾ, ഇതെല്ലാമായിരുന്നു അയ്യപ്പന്റെ സൗന്ദര്യം. രേഖകൾ പ്രകാരം 305 സെന്റിമീറ്റർ ആയിരുന്നു അയ്യപ്പന്റെ ഉയരം. പൂരങ്ങളിൽ പ്രശസ്തൻ എന്നതുപോലെ തന്നെ സിനിമാ ലോകത്തും പേരുള്ള ആനയായിരുന്നു അയ്യപ്പൻ. മുത്തു എന്ന ചിത്രത്തിൽ രജനീകാന്തിനോടൊപ്പം അഭിനയിച്ചു പേര് നേടിയ അയ്യപ്പൻ പിന്നീട് ശരത് കുമാറിനോടൊപ്പം നാട്ടാമയിലും ആനച്ചന്തം എന്ന ആനപ്രേമികളുടെ പ്രിയപ്പെട്ട ചലച്ചിത്രത്തിലും ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളിലും പരസ്യ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ഉത്സവ ചരിത്രത്തിൽ ഏറ്റവും അധികം ഏക്കത്തുക ലഭിച്ച ആനകളിൽ മുൻപൻ എന്ന പ്രത്യേകതയും അയ്യപ്പന് സ്വന്തം. തൃശൂർ നഗരത്തിന് സമീപമുള്ള ക്ഷേത്രത്തിലെ മീനഭരണിക്ക് 9.5 ലക്ഷം രൂപയാണ് അയ്യപ്പന് ഏക്കം ലഭിച്ചത്. ഒരു സമയത്ത് 25 ആനകൾ വരെയുണ്ടായിരുന്ന മംഗലാംകുന്ന് തറവാട്ടിലെ പ്രൗഢിയുള്ള താരമായിരുന്നു അയ്യപ്പൻ. അയ്യപ്പന്റെ വിയോഗം ആനപ്രേമികൾക്ക് എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. പാതരോഗത്തെ തുടർന്ന് മാർച്ച് 25, 2024 അയ്യപ്പൻ ചരിയുന്നത്. അയ്യപ്പന് 1000 കണ്ണീർ പൂക്കൾ.